ഫസ്റ്റ് തന്നെ നമ്മുടെ കിലോമീറ്റർ ആണ്. ഏകദേശം ഇപ്പോൾ 6662 എനിക്ക് സ്ക്രീനിൽ കാണാം. 6590 നമ്മുടെ കിലോമീറ്ററിൻ്റെ കേബിള് നശിച്ച്. പുതിയ വണ്ടിയാണ് കേട്ടോ, 3 മാസം കൂടി തികഞ്ഞിട്ടില്ല. പുതിയ കണ്ട ഫുള്ള് വെള്ളം ഡാഷ്ബോർഡിൽ കിടക്കുന്നതാണ്. ഈ ബീഡിങ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കാണും, ഒരു ബ്ലാക്ക് കളറിലെ ബോർഡർ ഉണ്ട്, പുറത്ത് ബ്ലാക്ക് സിലിക്കോൺ അടിച്ചതായത്. അത് അടിച്ചിട്ട് പോലും ഓക്കെ ഈ സാധനത്തിനുള്ളിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈപ്പർ അടിക്കുമ്പോൾ കാണിച്ചു തരാം. വൈപ്പർ അടിക്കുമ്പോൾ ഇതാ ഗ്യാപ്പിൽ. ഹലോ എൻ്റെ എല്ലാ ചങ്കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയും സ്വപ്നത്തോടു കൂടി എടുത്ത ഞാൻ വണ്ടിയാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മേജർ അല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ലൈഫിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ അതിനെ ആലോചിച്ച് പറയണുണ്ടാണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കാത്ത എന്നോട് ക്ഷമിക്കണം. എന്താണ് സംഭവങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു. ഫസ്റ്റ് തന്നെ നമ്മുടെ കിലോമീറ്റർ ആണ്. ഏകദേശം ഇപ്പോൾ 6662 എനിക്ക് സ്ക്രീനിൽ കാണാം. 6590 നമ്മുടെ കിലോമീറ്ററിൻ്റെ കേബിള് നശിച്ച്. പുതിയ വണ്ടിയാണ് കേട്ടോ, 3 മാസം കൂടി തികഞ്ഞിട്ടില്ല. പുതിയ വണ്ടിയുടെ അവസ്ഥയാണ്. അപ്പോൾ ആ കേബിള് ഫസ്റ്റ് ഡിഫക്റ്റായി. പിന്നെ മേജർ കംപ്ലൈൻ്റ് ആണ്. ഇത് നോക്കി കണ്ട ഫുള്ള് വെള്ളം ഡാഷ്ബോർഡിൽ കിടക്കുന്നതാണ്. ഈ ബീഡിങ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കാണും, ഒരു ബ്ലാക്ക് കളറിലെ ബോർഡർ ഉണ്ട്, പുറത്ത് ബ്ലാക്ക് സിലിക്കോൺ അടിച്ചതായത്. അത് അടിച്ചിട്ട് പോലും ഓക്കെ ഈ സാധനത്തിനുള്ളിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈപ്പർ അടിക്കുമ്പോൾ കാണിച്ചു തരാം. വൈപ്പർ അടിക്കുമ്പോൾ ഇതാ ഗ്യാപ്പിൽ കൂടി വെള്ളം ഇതാവണേ. പിന്നെ മെയിൻ കാസ് ഹോണ്. ഇന്നലെ ശരിയാക്കി കൊണ്ടുവന്നതാ ഹോൺ പോയി. അതിന്റെ ഫ്രണ്ടിൽ ഞാനൊരു കവർ വരെയും കെട്ടി വെച്ചിട്ടുണ്ട്, അത് നശിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വണ്ടി ആഗ്രഹിച്ച് മോഹിച്ച് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ഞാനത് കാണിക്കാൻ വേണ്ടിയാണ് ഈ കൊച്ചു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യണത് കേട്ടോ. പിന്നെ എനിക്കൊരു വേറൊരു സീരിയസ് ആയിട്ടൊരു കേസ് പറയാനുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിയാജിയോൻ്റെ ആപ്പേ എന്ന് പറഞ്ഞ വണ്ടി നിങ്ങൾ ക്ലാസിക് DX ആണ് ഞാൻ എടുത്തത്. ആപ്പേ ഓട്ടോ ക്ലാസിക് DX ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയിലോട്ട് പോകണമെന്ന് ഞാൻ താഴ്മയായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാണ്ട് നിങ്ങൾ ഏത് വണ്ടി ബുക്ക് ചെയ്യുകയാണേക്കാളും മുന്നേ ടെസ്റ്റ് ഡ്രൈവ് മസ്റ്റായിട്ട് എടുക്കുക. ഈ ഗ്ലാസിൻ്റെ ബീഡിങ്, എൻജിൻ്റെ അടിയിലുള്ള ലീക്കിങ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളാണ്. നമ്മൊരു പുതിയ വണ്ടി ഇല്ലാത്ത പൈസ മുടക്കി ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റും കൊടുത്ത് നമ്മൊരു വണ്ടി ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇതുപോലത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. എനിക്കുണ്ട്. കാര്യം 2009 ഞാൻ എൻ്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി ഷോറൂമിൽ കയറിയതിന് ശേഷം 2026 നമ്മുടെ ഈ വണ്ടി എടുക്കാൻ ഷോറൂമിൽ കയറണം. അപ്പൊ അത്ര ആഗ്രഹിച്ച് കാത്തിരുന്ന് അത് വേണ്ടി പ്ലാൻ ചെയ്ത് വർഷങ്ങളോളം പ്ലാൻ ചെയ്തിട്ടാണ് ഞാനൊരു വണ്ടി എടുക്കുന്നത്. ആ വണ്ടിയിൽ ഇപ്പൊ തല പൊട്ടിത്തെറിക്കുന്ന കംപ്ലൈന്റ് അല്ല, കുഞ്ഞു കംപ്ലൈന്റാ. ഈ കംപ്ലൈന്റുകളെല്ലാം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വണ്ടി ഇറക്കണം? ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചാൽ പോലെ. നമ്മൾ പുതിയ വണ്ടി എടുക്കണം എന്തിനാണ്? നമുക്ക് ഫ്രഷ് ആയിട്ട് വണ്ടി ഒരു 3-4 വർഷം ഒരു കംപ്ലൈന്റുകൾ ഇല്ലാണ്ട് ഓടാൻ വേണ്ടി വെൽ മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യും. എന്നാലും വേറെ കംപ്ലൈന്റുകൾ ഇല്ലാതെ പോകാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കണം. ഇപ്പം ഗ്ലാസ് ബീഡിങ്ങിൽ കൂടി വെള്ളം എന്ന് ഇവിടെ സോക്കറ്റ് ഉണ്ട്, മീൻസ് നമ്മുടെ ചാർജിങ് പോർട്ട് ഉണ്ട്. അത് ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാറ്ററിയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോൾട്ടായി അല്ലേ. പിന്നെ അത് കൂടാണ്ട് ഹോണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹോണും ഈ പറഞ്ഞ പോലെ വർക്കാവുള്ള. ഇന്നലെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ മഴ കാരണം കൊണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കവർ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്, വെള്ളമൊന്നും വരാതിരിക്കുക. അത്ര സെക്യൂർ ആയിട്ട് വെച്ചിട്ട് ഇന്ന് ഞാൻ അത് കവർ കെട്ടി വെച്ച് ഇതിപ്പോൾ ഒരു 4 മണിക്ക് ഇറങ്ങിയതാണ് ഓട്ടത്തിന്. ഒരു ട്രിപ്പ് അടിച്ച് തിരിച്ച് വന്ന വഴിക്ക് ഹോൺ പോയി. പുതിയ ഹോണാണ്, പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടിയുടെ കേസാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ 6500 ചില്ലാനം കിലോമീറ്റർ ഓടി, മീറ്ററും പോയി. പുതിയ മീറ്റർ വാങ്ങിച്ച് ഇനി സർവീസ് കോസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ഇഷ്യൂസാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അതുകൂടാണ്ട് മീറ്റർ ഇടുമ്പോൾ, അതായത് നമ്മുടെ ഈ മീറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഗിയർ ബോക്സിൻ്റെ ഇതിൻ്റെ ഒരു പുള്ളിയുണ്ട്, പുള്ളി അതിങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ അതിൻ്റെ ഓയിൽ സീൽ, ഗിയർ ഓയിലിൻ്റെ അവിടെ നിന്ന് സീൽ ചെയ്യുന്ന ഓയിൽ ലീക്കാവും. അതുകൊണ്ട് നമുക്ക് ഇതിട്ട് ഓടിക്കാൻ പറ്റില്ല. ഞാനിത് ഇട്ടിട്ടില്ല.
കാര്യം നമ്മൾ യൂബർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, യൂബർ ട്രിപ്പ് നമ്മൾ അടിക്കണം. ഞാനിത് മീറ്റർ ഇട്ടിട്ടില്ല, കിലോമീറ്ററിൽ നോക്കിയിട്ടാണ് വരെ ലോക്കലോട്ടം കിട്ടി അതിന് മറുപടി പറയണം. കാര്യം അതിന്റെ ലീക്ക് പോയി കഴിഞ്ഞാൽ ആ സ്പെയർ നമ്മൾ വാങ്ങിക്കണം, പൈസ കൊടുത്ത് വാങ്ങിക്കണം. 42 മാസത്തെ അണ്ടർ വാറന്റി വരെ നമുക്ക് തരുന്നുണ്ട്. ഗിയർ ബോക്സും എഞ്ചിനാണ് തരണത്. പിന്നെ ഫ്രണ്ടില് നമ്മുടെ ഈ ഹാൻഡിലിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും അതിന്റെ എന്തോ ബോൾട്ടിന്റെയും ഞെട്ടിന്റെയും പൈസ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ പുതിയ വണ്ടി എടുക്കണത്? എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവൂല ഈ എഞ്ചിന്റെ അടിയിലും ഈ ബീഡിങ്ങും ഈ ഹോണും എല്ലാം ഡിഫക്റ്റീവ് ആവും, തീർച്ചയായും ഡിഫക്റ്റീവ് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ മാറ്റ്, പുതിയ മാറ്റൊക്കെ കീറിപ്പോയി. അത് പിന്നെ കുഴപ്പമില്ല, പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ അതേ ഈ പടത കിടുത ഇതെല്ലാം നമ്മൾ പൈസ മുടക്കി രണ്ടാമത് ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ ഇത് മിറർ പോലും വിസിബിൾ അല്ല, അത് നമ്മൾ മാറ്റി നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാ. ഇതൊക്കെയാണ് കംപ്ലൈന്റ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ നോക്കിയും കണ്ട് വണ്ടി എടുക്കുക. ഇതാണ് എനിക്ക് ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6500-600 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇനി ബീഡിങ് ഇപ്പം ഞാനിത് എടുത്തു, എനിക്കിത് കൊടുക്കാനൊന്നും പറ്റേയില്ല. ഞാൻ ജീവിതത്തിൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അവസാനം വരെ സൂക്ഷിക്കും. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്, അത് എത്ര മോശമാണെങ്കിലും. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ബീഡിങ് മാറ്റാൻ പറ്റില്ല. ബീഡിങ് മാറ്റിയിട്ട് നല്ല രീതിയിൽ അകത്തും പുറത്തും സിലിക്കോൺ അടിച്ച് ഇത് സെക്യൂർ ആക്കണം. അപ്പൊ അതുകൊണ്ട് അത് ഇനി നമുക്ക് മേജറായിട്ട് ചെയ്യേണ്ട. ഇനി ഹോണിന്റെ വയർ അവിടെ കുറച്ചുള്ള ആ ഹോൺ ഇനി മേടി കൊണ്ടുവന്ന് നമ്മുടെ വൈപ്പറിന്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. ഹോണിന് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. എന്ത് പറയാനാണ്, തലവേദന ആയിപ്പോയി. അപ്പൊ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് വണ്ടി എടുക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വണ്ടി വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കംപ്ലൈന്റുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.